കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയതും ബ്രന്റ് ക്രൂഡിന്റെ വില 1.24% ഉയർന്നതും മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കുമെങ്കിലും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. നിഫ്റ്റി 0.27% ഉയർന്ന് 23,813 ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റിക്ക് 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതേസമയം FIS ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി തുടരുന്നു. ഫ്രൈഡേയിൽ 1323 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIS നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2544 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. രൂപയുടെ മൂല്യം റെക്കോർഡ് ലെവലിലേക്ക് തകർന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളും അതുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളും പരിചയപ്പെടാം. ഒന്നാമത്തേത് ഹീറോ മോട്ടോർ കോർപ്പ് ഹാർലി ഡേവിഡ്സണുമായിട്ടുള്ള പാർട്ണർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കൂടാതെ ഹീറോ മോട്ടോർ കോർപ്പും ഹാർലി ഡേവിഡ്സണും സംയുക്തമായി മോട്ടോർ സൈക്കിളുകൾ ഡെവലപ്പ് ചെയ്യാനും തീരുമാനിച്ചു. JSW എനർജിയുടെ സബ്സിഡറി കമ്പനിയായ JSW നിയോ എനർജി 4696 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ എനർജി പ്ലാറ്റ്ഫോമായ O2 പവർ പ്ലാറ്റ്ഫോമിനെ 12,468 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. മാക്സ് ഫിനാൻഷ്യൽ സർവീസ് അതിൻ്റെ പെൻഷൻ ഫണ്ട് മാനേജർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് മാക്സ് ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന് കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനി 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്കർഷ് സ്മാൾ ഫിനാൻസ് ബാങ്ക് അതിൻ്റെ NPA റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. 355 കോടി രൂപയുടെ NPA 52 കോടി രൂപയ്ക്കാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. നെവ എന്ന കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി 20 സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ്. സൈഡസ് ലൈഫ് സയൻസ് സ്റ്റെർലിംഗ് ബയോടെക് എന്ന കമ്പനിയുടെ API ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി സൈഡസ് ലൈഫ് സയൻസും സ്റ്റെർലിംഗ് ബയോടെക്കും തമ്മിൽ ഒരു ഡീലിൽ ഒപ്പുവെച്ചു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന കമ്പനിയും പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിനെ അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രസ്റ്റീജ് ഹോസ്പിറ്റാലിറ്റി വെഞ്ചർ എന്ന പേരിൽ പുതിയ ഒരു സബ്സിഡറി രൂപീകരിക്കുകയും ബിസിനസ് ട്രാൻസ്ഫർ അഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. സോട്ട ഹെൽത്ത് കെയർ എന്ന കമ്പനിക്ക് കിർഗിസ്ഥാനിലേക്ക് ആൻറ്റി ഡയബറ്റിക് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് ലഭിച്ചു എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഓല ഇലക്ട്രിക്കിൻ്റെ ചില കീ മാനേജ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഹോൾഡേഴ്സ് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, ചീഫ് ടെക്നോളജി ആൻഡ് പ്രോഡക്റ്റ് ഓഫീസർ എന്നിവരാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. നസാര ടെക്നോളജി QIP വഴി ഓപ്ഷണലി കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയും ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. 63 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് കമ്പനി നടത്തിയത്. ഡീപ്പ് ഇൻഡസ്ട്രീസും QIP വഴി 350 കോടി രൂപയുടെ ഫണ്ട് റൈസ് നടത്തിയിട്ടുണ്ട്. ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗുജറാത്തിലെ MDF പ്ലാന്റിൽ ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ബികാജി ഫുഡ്സ് ഇൻ്റർനാഷണൽ ബികാജി ബേക്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ബികാജി ഫുഡ്സ് ഇൻ്റർനാഷണലുമായി മെർജ് ചെയ്യുന്നതിന് കമ്പനിയുടെ ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി. സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി കൺട്രോൾ കേബിൾ, ട്രാൻസ്മിഷൻ കേബിൾ, അസോസിയേറ്റഡ് മെക്കാനിസം എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടി സുപ്രജിത്ത് ചാസ്തു കൺട്രോൾ സിസ്റ്റം എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. സുല വൈൻയാർഡ്സിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റ് സർവീസ് GST കൂടി വന്നതോടുകൂടി സുല വൈൻയാർഡ്സിൻ്റെ GST 5% നിന്ന് 18% ഉയർന്നത് കമ്പനിക്ക് 4 കോടി രൂപയുടെ അഡീഷണൽ GST ടാക്സിന് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സുല വൈൻയാർഡ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ശക്തി പമ്പ് QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ജനുവരി 7 ആയിരിക്കും കമ്പനിയുടെ QIP വരിക. എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് സ്മാർട്ട് സോളാർ പാനൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 97 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അദാനി ഗ്രീൻ എനർജി 68 ലിമിറ്റഡ് എന്ന കമ്പനി വിൻഡ് സോളാർ കമ്പൈൻഡ് ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 62.4 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പ്രോജക്റ്റും 112 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്രോജക്റ്റുമാണ് കമ്പനി കമ്മീഷൻ ചെയ്തത്. ഗുജറാത്ത് ആൽക്കലി ആൻഡ് കെമിക്കൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആദിത്യ ബിർള റിന്യൂവബിൾ എനർജിയുമായി ചേർന്ന് കമ്പനി 62.7 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഡീലിൽ ഒപ്പുവെച്ചു.
വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി പ്ലഡ്ജിൽ നിന്നും 22.56% ഷെയറുകൾ റിലീസ് ചെയ്തത് വോഡാഫോൺ ഐഡിയയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്ട്രാറ്റജിക് ബിസിനസ് ആമായ റിലയൻസ് സ്ട്രാറ്റജിക് ബിസിനസ് കാരിനോസ് എന്ന കമ്പനിയെ 10 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. കോഫോർജ് എന്ന കമ്പനി സിഗ്നിടെക് എന്ന കമ്പനിയുമായി ചേർന്ന് മെർജർ പാക്റ്റിൽ ഒപ്പുവെച്ചു. റിലയൻസ് പവർ അവരുടെ ഓൺഗോയിങ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി PFCയിൽ നിന്നും 3760 കോടി രൂപ ലോൺ വഴി റിസീവ് ചെയ്യാൻ തീരുമാനിച്ചു. സൈഡസ് വെൽനസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സൈഡസ് വെൽനസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾക്കും GST അതോറിറ്റിയിൽ നിന്നും GST ടാക്സ് ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്